ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ, സമയമാണില്ലേ മോക്ക് പോവാന്? മോളെ ചായ കുടിച്ചിട്ട് പോ. സമയമായപ്പോഴും അമ്മയുടെ ഒരു ചായ. അമ്മയ്ക്ക് ചായയും കുടിച്ചിട്ട് ഇരുന്നാ മതി. ഓഫീസിൽ പോയി ചീത്ത കേൾക്കുന്നതേ ഞാനാ. അമ്മയ്ക്ക് ഇച്ചിരി കൂടെ നേരത്തെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൂടെ? എനിക്കൊരു ഹെൽപ്പ് ആവില്ലേ? ഈ മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കാതെ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടാൻ നോക്ക്. എടി, ഇത് നിന്റെ അമ്മ തന്നെയല്ലേ? എല്ലാ വീട്ടിലും അമ്മായിമ്മയോടാ ഒരു സമാധാനമില്ല. അഞ്ജലി, നീ ഓക്കെ അല്ലേ? അഞ്ജലി, വാ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ഇത്തിരി വർക്കുണ്ടോ? ഇന്നിപ്പോ ഫുൾ തീർക്കണം. ചൊറിയ മാനേജർ മെയിലൂടെ അയച്ചിട്ടുണ്ട്. ഓ സാരമില്ല, കം ജസ്റ്റ് ഫോർ 5 minutes. എന്ത് പറ്റി അഞ്ജലി? രാവിലെ തൊട്ട് നീ അപ്സെറ്റ് ആണല്ലോ. കോൾ എല്ലാം ഇഗ്നോർ ചെയ്യുവാണല്ലോ. ഹസ്ബൻഡിനോട് വഴക്കിട്ടോ? ചേച്ചി, നാട്ടിൽ വന്നിട്ട് ചിപ്സ് ഒന്നും കൊണ്ടുവന്നില്ലേ? അയ്യോ സോറി, നാളെ കൊണ്ടുവരാം. അച്ഛനല്ലടാ, അമ്മയാ. അമ്മയ്ക്ക് വേറൊറ്റ പണിയില്ല. രാവിലെ തൊട്ട് തുടങ്ങും. ചായ കുടിച്ചോ, ഓഫീസിൽ ചെന്നോ, കഴിച്ചോ, വല്ലാത്ത ഇറിറ്റേഷനാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അമ്മ നിനക്ക് ഇറിറ്റേഷൻ അല്ലേ? കൊള്ളാം അഞ്ജലി. എന്റെ അമ്മയെ നിനക്കാണോ എനിക്കാണോ നല്ലോണം അറിയുന്നത്? നിന്റെ അത്ര അറിയത്തില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്ക് ആന്റി അറിയാം. എന്താണ് രണ്ടുപേരും ജോലിക്കിടയ്ക്ക് സ്വരപറച്ചില്? അഞ്ജലി കുറച്ച് മൂഡ് ഔട്ടാ, ചുമ്മാ കുറച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഓ അഞ്ജലി, നിനക്കറിയാമോ, നിന്റെ അമ്മ നീ അറിയാതെ വട്ടം പള്ളിയിൽ പോയി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. നിന്റെ പ്രമോഷന് വേണ്ടിയും നിനക്ക് നല്ലൊരു കല്യാണം കിട്ടാൻ വേണ്ടിയും എല്ലാത്തിനും വേണ്ടി ആന്റി പള്ളിയിൽ ആത്മാർത്ഥമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അമ്മ പ്രാർത്ഥിച്ചിട്ടല്ലേ ഇതെല്ലാം നടന്നത്? നിനക്കറിയാത്ത പല അനുഗ്രഹങ്ങള് നിന്റെ മമ്മിയുടെ പ്രേയർ കൊണ്ട് നിനക്ക് കിട്ടിയിട്ടുണ്ട്. ആ അമ്മയോടാണോ അഞ്ജലി നീ ഇങ്ങനെ ചെയ്യുന്നേ? അമ്മയോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. അഞ്ജലി, സ്നേഹം ഹൈഡ് ചെയ്യാനുള്ളതല്ല, എപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യമാണ്. അച്ഛനില്ലാതെ നിന്നെ വളർത്താൻ ആ പാവം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ പ്രാർത്ഥന ആയിരിക്കുമല്ലേ ഞാനായത്? അല്ലേ മറിയാം? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. എന്നല്ലേ വീട്ടിൽ പോ, അമ്മയുടെ അടുത്തിൽ നിന്ന് കുറച്ചു നേരം സംസാരിക്കും. സർ, അഞ്ജലിക്ക് വീട്ടിൽ പോകാൻ വേണ്ടി പെർമിഷൻ കൊടുക്കാൻ പറ്റുമോ? അതിനെന്തോ, ഹാഫ് ലീവ് എടുക്കാമല്ലോ. പക്ഷെ ഇപ്പോ 10 ആയിട്ടുള്ളൂ. ഇല്ല സർ, എനിക്കിപ്പോ പോണം. എനിക്ക് എൻ്റെ അമ്മയോട് മാപ്പ് പറയണം. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഏതായാലും ഞാൻ ഹെഡ് ഓഫീസിൽ പോകുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് ഡ്രോപ്പ് ചെയ്തേക്കാം. കണ്ടോ,
മാനേജർ ചൊറിയനാണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് സഹായമായല്ലോ. ചൊറിയൻ മാനേജരും കൂടി സഹായോ? ഇതുപോലെ പലതരത്തിൽ നമുക്ക് അറിയാതെ പോകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അഞ്ജലി. നമ്മൾ അത് കണ്ടെത്തണം. അമ്മയ്ക്ക് ലെറ്ററോ? എന്താ അഞ്ജലി ലെറ്ററൊക്കെ? പുതിയ ഓഫർ ലെറ്ററിലാണോ? പുതിയ ജോലി വല്ലതും കിട്ടിയോ? അച്ചായ, ഞാൻ സുഖമായിരിക്കുന്നു. നിങ്ങൾ പോയതിൽ പിന്നെ ഇങ്ങനെ എഴുതുന്ന കത്തുകളാണ് എൻ്റെ ആശ്വാസം. നമ്മൾ താലോലിച്ച് വളർത്തിയ നമ്മുടെ മകൾ വളർന്നു ഒത്തിരി. അവൾക്ക് പഴയ പോലെ എന്നോട് മിണ്ടാൻ കൂടെ സമയമില്ല. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫീസിലും വീട്ടിലും എല്ലാ പണികളും അവൾ തന്നെ ചെയ്യണ്ടേ. എനിക്ക് അവളെ സഹായിക്കാനൊന്നും ഇപ്പം കഴിയുന്നില്ല. സുഖമില്ലെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനൊന്നും അവൾക്ക് സമയം കിട്ടില്ലെന്നേ. എന്താ അഞ്ജലി കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? അമ്മയ്ക്ക് വന്ന കത്ത വിഷമങ്ങളൊക്കെ അമ്മയ്ക്ക് തന്നെ കത്തായിട്ട് എഴുതാറുണ്ട്. അതായത് അച്ഛൻ പോയപ്പോ തൊട്ടുള്ള ശീലമാണെന്നത്. ഈ കാണുന്ന ഇവിടെ സാർ. ഇവിടെ ഞാൻ പോയി അമ്മയൊന്ന് കാണട്ടെ. ഓക്കെ അഞ്ജലി, വേണേ നാളെ ഒരു ദിവസം കൂടെ ലീവ് എടുക്കാം. അമ്മയെ പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് റിലാക്സ് ആയിട്ട് വരും. താങ്ക് യു സർ. അമ്മേ ഇവിടെ തന്നെ ഇരിക്കുവായിരുന്നോ? അമ്മേ അമ്മേ അമ്മേ